ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാരണം ഞാൻ തുറന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. അതായത് ഇതിനകത്ത് എല്ലാം ഒരാൾ ഇവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്, എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിടു ഐറ്റമാണ്. അതായത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്ന് പറഞ്ഞാലും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫുഡ് കാര്യങ്ങളൊക്കെ പലപ്പോഴും പുറത്തുനിന്ന് തന്നെ ആയിരിക്കും കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, പക്ഷേ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷനാണ്. എന്നാൽ ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം വീട്ടിൽ വരുത്താൻ സാധിച്ചാൽ, അതായത് നല്ല രീതിക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ നല്ലതല്ലേ. പലരും പറയുന്ന പോലെ എണ്ണയൊക്കെ കുറച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള നമ്മുടെ അമേരിക്കൻ മൈക്രോണിക് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു എയർ ഫ്രയറാണ്. എണ്ണ ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അംശം എണ്ണ കൊണ്ട് തന്നെ നമുക്ക് പല ഡിഷസും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ഡിവൈസാണ് ഞാൻ ഈ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Tech Explorer. നമുക്ക് പെട്ടെന്ന് ഇത് അൺബോക്സ് ചെയ്യാം. പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയുണ്ടെന്നുള്ളത്. യെസ്, അങ്ങനെ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഡിജിറ്റൽ എയർ ഫ്രയർ ആണ്. 6.5 ലിറ്റർ ടർബോ ടണൽ ഫ്രഷ് എയർ ടെക്നോളജി വരുന്ന ഈ ഒരു മോഡൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാറണ്ടി കാർഡും അതിൻ്റെ മാനുവൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ. യെസ്, ഇവനാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. സ്റ്റിക്കേഴ്സ് എല്ലാം കളയാം. അപ്പോൾ നമുക്കിനി ട്രേയിങ് എടുക്കാം. ഇതെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തോട്ട് ഊരിപ്പോരും. ഇങ്ങനെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാർഡ്ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ഇതെല്ലാം എടുത്ത് കളഞ്ഞോണം, അല്ലെങ്കിൽ ഇതെല്ലാം പണിയാക്കും. ഇനി ഇതിവിടെ വെച്ചേച്ചും ഇത് കണ്ട് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യുന്നൊരു യൂണിറ്റ്. ഇത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഒരു ട്രേ മാത്രം ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഈ ഒരു പോർഷനൊക്കെ എടുത്ത് കളയാം. ഇതൊക്കെ ജസ്റ്റ് ഒരു പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഇവിടെയാണ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഫ്രൈ ചെയ്യേണ്ടത്, അത് ഇവിടെയാണ് വെക്കുന്നത്. അതിൻ്റെ മാക്സിമം ലെവൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. മാക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇതുപോലെ തന്നെ ഇറക്കി വെച്ചാൽ പിന്നെ ഇത് ലോക്ക്ഡാണ്. കണ്ടോ, ഇതിപ്പോൾ ലോക്ക്ഡൗൺ വിഷയമൊന്നുമില്ല. കാരണം ഇതിനകത്ത് നിന്ന് പോരുന്ന എണ്ണയോ ചിക്കനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കനിൽ നിന്ന് വരുന്ന ഓയിലിൻ്റെ അംശമോ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിൻ്റെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ താഴെ ഒരു ട്രേ പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനകത്താണ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട കാര്യം വരുന്നില്ല. അടിക്ക് പിടിക്കുകയോ പ്രശ്നങ്ങളോ വരോ സാധ്യത ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഒന്ന് യൂസ് ചെയ്താലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഏതായാലും ഇവനെ ഒന്ന് പണി നടത്തി നോക്കാം. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് കിട്ടുന്ന മാനുവൽ ബുക്ക് മാത്രമല്ല, എയർ ഫ്രയർ റെസിപ്പി ബുക്കാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ലുക്ക് ഇൻസൈഡ് ഫോർ റെസിപ്പീസ് യൂസിങ് എയർ ഫ്രയർ. അതായത് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു വ്യക്തിക്ക് പോലും വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള കാരണം ഞാൻ തുറന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. അതായത് ഇതിനകത്ത് എല്ലാം കാര്യങ്ങളുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈ ഏതാണ്ടൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. പൊട്ടറ്റോ ചിപ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ചിക്കൻ ടിക്ക, ഡ്രം സ്റ്റിക്സ്, ഗാർലിക്, ലെമൺ ചിക്കൻ, ഈ സാധനങ്ങളൊക്കെ നമുക്കിത് ഇതിങ്ങനെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, കുക്കിംഗ് ടൈം എത്ര വേണം, ടെമ്പറേച്ചർ എത്ര സെറ്റ് ചെയ്യണം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. വേണ്ട ബ്രെഡിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഗ്രിൽഡ് ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെഡാണല്ലോ കൊടുത്തിരിക്കുന്നത്. വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് പരീക്ഷ നോക്കാം. പരീക്ഷ നോക്കിയിട്ട് ചെയ്യുന്നതും കൂടെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കിച്ചണിൽ ഈ ഒരു പോർഷനിൽ ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. മൈക്രോവേവിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഇതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ 3 പിൻ പ്ലഗിന് വ്യത്യാസമുണ്ട്. നമ്മുടെ സാധാരണ പ്ലഗ് അല്ല വരുന്നത്. ഞാൻ ടെമ്പററി ആയിട്ട് ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഓൺ ചെയ്യുകയാണ്. ഞാനിത് ഓണാക്കി. യെസ്, അപ്പോൾ ഒരു കാര്യത്തിൽ തീരുമാനമായി. ട്രേ ഊരിയെടുത്താൽ ഇത് ഓണാകത്തില്ല. നല്ലൊരു കാര്യമാണ് കേട്ടോ. ട്രേ ഊരിയെടുത്തു, ഓഫായി. അതായത് സേഫ്റ്റിക്ക് ഇടുക കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. ഞാൻ കയറ്റി വെച്ചു. ഇപ്പം ഓൺ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ടച്ചാണ്, ഞാൻ പ്രസ് ചെയ്തു. ടെമ്പറേച്ചർ എനിക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. 200, 190, 180, 130. അപ്പം ഏതാണ് വേണ്ടത് 200 വരെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വേണ്ടുള്ളൂ മെനു പി ഇതുപോലെ അപ്പോൾ ഓരോ സാധനത്തിൻ്റെയും പടം കാണിച്ചു തരുന്നുണ്ട്. നല്ല കാര്യം. ഇതന്നെ ചിക്കനൊക്കെ വന്നത് കണ്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തോളും.
ഏട്ടാ നമുക്ക് എന്നാ ഇതിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും സെറ്റ് ചെയ്യാം. അങ്ങനെ മമ്മി നമുക്ക് വേണ്ടി ഇതെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്നാക്കി ഇതിനകത്ത് ചേർത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് ചിക്കൻ മുറിച്ച് ക്ലീൻ ചെയ്ത് മഞ്ഞൾ, മുളക് പൊടി, ചില്ലി ചിക്കൻ പൗഡർ, വെളിച്ചെണ്ണ 1 സ്പൂണ് മാത്രം, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി 1 മണിക്കൂർ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ തൈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 180 ആണ്. 20 മിനിറ്റ്സ് ആണ്. ഇത് എയർ ഫ്രയർ ഓൺ ആയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആക്കാൻ സാധിക്കും. ഇനി 180 ഡിഗ്രിയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 180ൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എം എന്ന് പറഞ്ഞ ഒരു മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഏതാണ് വേണ്ടതെന്നുള്ള. പ്രോൺസ്, ചിക്കന് കാര്യങ്ങളൊക്കെ വേണ്ട. ചിക്കൻ ഇപ്പോൾ വന്നു പോയി, നമുക്ക് ഒന്നുകൂടെ എടുക്കാം. വേണ്ട ചിക്കൻ്റെ ലെഗ് വന്നിട്ടുണ്ട്. 180 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒന്നുകൂടെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഞാൻ ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്തു. ആ അവസ്ഥ പവർ കൊടുത്തു. മോഡിൽ ഞാൻ ചിക്കൻ്റെ ഇത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ 20 മിനിറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. പ്ലേ കൊടുത്തു. ഇപ്പം അത് ഹീറ്റ് ആകുന്നുണ്ട്. ഒരാൾ ഇവിടുന്ന് കഥയൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്, എന്താണ് സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കറക്റ്റ് 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ഇപ്പം 1 മിനിറ്റും കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ് എന്താണ് അതിൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. രാഗത്തിനെ വെയിറ്റ് ചെയ്യാണോ? എക്സ്പ്ലോറും വെയിറ്റ് ചെയ്യാണോ? ആണോ? ഷോ, അപ്പം പ്രപഞ്ചവും വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്യാണോ പ്രപഞ്ചേ? കണ്ടോ? യെസ്, അങ്ങനെ അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഫാനിൻ്റെ വർക്കിംഗ് നമുക്കിവിടെ കാണാം. അതിൻ്റെ ഹീറ്റാണ് ഇത്. എനിക്ക് തോന്നുന്നു ഗ്രീൻ കാണിക്കുന്ന സമയത്ത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. യെസ്, അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേട്ടോ. തുറന്നാലോ? ഓക്കെ. വാവ്, ദേ നോക്കി. കൈ പിടിക്കില്ല, ചൂടായിരിക്കും. അത് കഴിച്ചു പിടിക്കില്ലേ. എന്നാ തോന്നുന്ന? കൊള്ളാം. എന്നാ തോന്നടി? സൂപ്പർ. ഏതായാലും നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് പറയാം സൂപ്പറാണോ അല്ലയോ എന്ന്. അങ്ങനെ ദേ കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞ് ഞാനിപ്പോൾ സാധനം എടുത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കൊതി കാരണം ഒന്ന് കഴിച്ചു നോക്കി എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എങ്ങനെയുണ്ട്? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശരിക്കും എന്തോ തരാം. അപ്പം ഏതായാലും നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റാണ്. അതായത് സാധാരണ എണ്ണ വറുക്കുന്നേ കഴിഞ്ഞാൽ അല്ലേ അമ്മേ? എണ്ണ വറുക്കുന്നേ കഴിഞ്ഞും സോഫ്റ്റാണ്. അതായത് കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളിത് യൂസ് ചെയ്യുന്നത്. ഒരു രക്ഷയില്ല. ചിക്കൻ തരാമല്ലോ. രാഗാഞ്ഞിനെ കൂടെ ചിക്കൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും സംഗതി അടിപൊളിയാണ്. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ എയർ ഫ്രയർ വാങ്ങുന്നതിന് ഒരു പ്രശ്നമില്ലെന്ന് തന്നെ ഞാൻ സജസ്റ്റ്. പപ്പയുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കാം. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കിയിട്ട് പറയാം. ചിക്കൻ്റെ ഇത് നോക്കിയിട്ട് പറയാം. ചപ്പാത്തി അല്ല, ചിക്കൻ. എണ്ണയില്ലാതെ വറുത്ത സാധനം. പക്ഷെ എണ്ണ 1 സ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 സ്പൂൺ ഇതിനകത്ത് പുറത്ത് തൂക്കാൻ വേണ്ടി. ഇത്രയും ചിക്കന് വേണ്ടി മാത്രം ഒരല്പം എണ്ണ തോന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ചിക്കൻ്റെ ആ നാര് പോലെയുള്ള അതില്ല. അതുപോലെ എത്ര വന്നാലും ഇതുപോലെ തന്നെ ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്. വരത്തില്ല. അതുകൊണ്ട് പ്രായമായവർക്കും ഒക്കെ ചതച്ച് കഴിക്കാൻ പറ്റും. അധികം ചതക്കേണ്ട കാര്യമില്ല. നല്ല സോഫ്റ്റായിട്ട് ഈ ചിക്കൻ. കൊള്ളാം. അപ്പോൾ ഏതായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് ഒന്ന് നോക്കിയാലോ. ഇതിൻ്റെ MRP വരുന്നത് 9,980, 9,980 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ ഇത് നല്ല കിടിലൻ ഒരു ഓഫറിൽ ഇപ്പോൾ കിട്ടുന്നതാണ്. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ താഴെ ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തേക്കാം. അതിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് വാങ്ങാൻ സാധിക്കും.